ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. 70ാമത് നാഷണൽ അവാർഡ് 2024 ഈ മാസം പ്രഖ്യാപിക്കാനിരിക്കുന്ന നാഷണൽ അവാർഡിൽ ആരായിരിക്കും മികച്ച നടൻ എന്നുള്ള ഒരു ചർച്ച ഇന്ന് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല നവമാധ്യമങ്ങളിലെല്ലാം തന്നെ ചൂടേറിയ ഒരു ചർച്ചയായി മാറുകയാണ്. കിട്ടിയ വാർത്തകൾ അനുസരിച്ചിട്ട് മമ്മൂട്ടിയും ഋഷഭ് ഷെട്ടിയും പങ്കിടും ഈ ഒരു നാഷണൽ അവാർഡ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഏറ്റവും കൂടുതലായി അറിയപ്പെടുന്നത് മമ്മൂട്ടിയുടെയും ഋഷഭ് ഷെട്ടിയുടെയും ഫൈനൽ റൗണ്ടിലേക്ക് അടുത്ത മത്സരം തന്നെയാണ്. ഒന്നിനെതിരെ 2 സിനിമകളാണ് അദ്ദേഹത്തിന് മമ്മൂട്ടി ഋഷഭ് ഷെട്ടിയിൽ ആയിട്ടുള്ള മത്സരം. ഋഷഭ് ഷെട്ടിയുടെ കാന്താര എന്ന സിനിമ, അതിൽ തന്നെ അവസാനത്തെ 15-20 മിനിറ്റാണ് അദ്ദേഹത്തിന് നാഷണൽ അവാർഡിന് വേണ്ടി ഉള്ള ആ ഒരു രീതിയിലേക്ക് അദ്ദേഹത്തെ നയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ ഫൈനൽ റൗണ്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത് ആ ഒരു 15-20 മിനിറ്റത്തെ ഗംഭീര പ്രകടനം തന്നെയാണ്. ഒപ്പം മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ 3 സിനിമകളാണ്, അതിൽ 2 സിനിമകളാണ് അദ്ദേഹത്തെ ഈ ഒരു മത്സരത്തിൽ ചൂടേറിയ ഒരു പോരാളിയായി നിർത്തിയിരിക്കുന്നത്. നൻപകൽ നേരത്ത് മയക്കം, പുഴു, റോഷാക്ക് എന്ന സിനിമകളാണെങ്കിൽ നൻപകൽ നേരത്തെയും റോഷാക്കിലെയും പ്രകടനമാണ് മമ്മൂട്ടിയെ ഒരു പടി മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതായത് ഋഷഭ് ഷെട്ടിയേക്കാൾ ഒരു വലിയ രീതിയിൽ മുന്നിൽ നിൽക്കുന്നത് മമ്മൂട്ടി തന്നെയാണ്. ഈ 2 സിനിമയിലെ പെർഫോമൻസ് കൂടാതെ മമ്മൂട്ടിയുടെ തന്നെ പുഴു എന്ന സിനിമയിലെ പെർഫോമൻസും പരിഗണിക്കുന്നുവെങ്കിലും ഫൈനൽ റൗണ്ടിൽ വരുന്നത് മമ്മൂട്ടിയുടെ 2 സിനിമകളാണ്. റോഷാക്ക് തന്നെയാണ് നൻപകൽ നേരത്തിനോട് കട്ടയ്ക്ക് നിൽക്കുന്നത്. ഫൈനൽ റൗണ്ടിലും 3 പേരിൽ നിൽക്കുമ്പോൾ മമ്മൂട്ടി, ഋഷഭ് ഷെട്ടിയും മമ്മൂട്ടി എന്നുള്ള ലെവലിൽ തന്നെയാണ്. മമ്മൂട്ടിയുടെ ഏത് സിനിമയ്ക്കാണ് അവാർഡ് കൊടുക്കുക എന്നുള്ള ലെവലിൽ തന്നെയാണ് ഇന്ന് നിൽക്കുന്നത്. കേരളത്തിലെ ഫിലിം അവാർഡ്, അതായത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് നേടി, അതേപോലെ തന്നെ സമീപകാലത്ത് മറ്റു ഒരുപാട് അവാർഡുകൾ നേടിയ സിനിമയാണ് നൻപകൽ നേരത്ത് മയക്കം. അതിൻ്റെ പ്രഭയിൽ ഒന്ന് മങ്ങി നിൽക്കുന്ന ചിത്രം തന്നെയാണ് റോഷാക്ക്. പക്ഷേ റോഷാക്ക് എടുത്ത് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്നു കരുത്തുറ്റ അഭിനയം തന്നെയാണ്. ഒരു പക്ഷേ ഈ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതും ആ സിനിമ തന്നെയാണ്. ശരിക്കും കാന്താര എന്ന സിനിമയിലെ പ്രകടനവും അതേപോലെ തന്നെ റോഷാക്കിലെ പ്രകടനവും തുല്യമായി നിൽക്കുമ്പോൾ ഒരു വള്ളപ്പാടകലെ മുന്നോട്ടിൽ നേറി നിൽക്കുന്നത് നൻപകൽ നേരത്തെ മലയാളിയിൽ നിന്ന് തമിഴിലേക്കും, തമിഴിൽ നിന്ന് തിരിച്ച് മലയാളിയിലേക്കുമുള്ള ചേക്കേറൽ തന്നെയാണ് എന്നാണ് ഏറ്റവും കൂടുതലായി ഇന്ന് പുറത്തു വരുന്ന അപ്ഡേറ്റുകൾ. ഈ ഒരു 73ാം വയസ്സിലെ മമ്മൂട്ടിയുടെ ഈ ഒരു പ്രകടനം തന്നെയാണ് 4ാമത് നാഷണൽ അവാർഡ് അദ്ദേഹത്തിലേക്ക് എത്തിക്കാൻ പോകുന്നത് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഒരു പക്ഷേ ഇത് ഒരു റൂമറായിട്ട് വരാം, പലതും റൂമറുകളായിട്ട് തന്നെയാണ് വരുന്നത്. നാഷണൽ അവാർഡ് അവസാന നിമിഷം മാത്രമാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഏറ്റവും വലിയ ചർച്ച അത് തന്നെയാണ്. ഒരു റൂമറിൽ പറയുന്നു, വേറെ ഒന്നുമല്ല, ഈ പറഞ്ഞ പോലെ ഇഫ് ദ റൂമർ മിൽസ് ടു ബി ബിലീവ്ഡ്, ഋഷഭ് ഷെട്ടി ദ ആക്ടർ ആൻഡ് ഡയറക്ടർ ഓഫ് കാന്താര ഈസ് ഇൻ കണ്ടൻഷൻ ഫോർ ദ പ്രസ്റ്റീജിയസ് ബെസ്റ്റ് ആക്ടർ അവാർഡ് എന്ന് പറയുന്നു. മറ്റ് വാർത്തകളിൽ മമ്മൂട്ടിയും ഋഷഭ് ഷെട്ടിയും ചേർന്ന് നാഷണൽ അവാർഡ് പങ്കിടുമെന്നുള്ളതാണ്. ആദ്യമായിട്ടല്ല 2 നടന്മാർ സിനിമ ഇതുപോലെ നാഷണൽ അവാർഡ് പങ്കിടുന്ന 3 പേർ വരെ പങ്കിട്ട കാലങ്ങളുമുണ്ട്. അപ്പോൾ നമുക്ക് ഏറെയും പ്രതീക്ഷിക്കാം മമ്മൂട്ടിക്കൊപ്പം ഋഷഭ് ഷെട്ടിയും ചേർന്ന് ഈ അവാർഡ് മേടിക്കും. അതോ ഇനിയിപ്പം നിങ്ങളോട് ഒരു ചോദ്യം തന്നെയാണ്, മമ്മൂട്ടിക്കായിരിക്കുമോ അതോ ഋഷഭ് ഷെട്ടിക്കായിരിക്കുമോ അതോ ഇവർ രണ്ടുപേരും ചേർന്നായിരിക്കുമോ? എന്താണെങ്കിലും ഫൈനൽ വിസിലടിക്കാൻ കാത്തിരിക്കുകയാണ് നമ്മൾ. ആ ഒരു ദിവസത്തിൽ നമുക്കറിയാൻ കഴിയും ആർക്കാണ്. ഇതുവരെയെല്ലാം കിംവദന്തികളായിട്ട് പോകുമ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയ അടക്കം വമ്പൻ മാധ്യമങ്ങളിൽ പോലും ചൂടേറിയ ചർച്ചയായി മാറുകയാണ് ഈ ഒരു കാര്യം. അപ്പോൾ കാത്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആർക്കായിരിക്കും നേടുക? ഇവർ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്യുമോ അതോ ഇവർ മമ്മൂട്ടിക്കായിരിക്കുമോ ഋഷഭ് ഷെട്ടിക്കായിരിക്കുമോ അതോ KGF പ്രകടനത്തിന് യഷിനായിരിക്കുമോ? ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. ഗ്രേറ്റ് മീഡിയ.